ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഒരു മടക്കപ്പമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച ശർക്കരയും 2 നേന്ത്രപ്പഴവുമാണ്. ഇനി ഒരു അരമുറി തേങ്ങ തിരുമിയതാണ് വേണ്ടത്. നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. മാവിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ മാവ് എല്ലായിടവും ഒരുപോലെ നനയുകയുള്ളൂ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നേന്ത്രപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതൊരു മൂപ്പാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നല്ല അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെക്കണം. ഇതിപ്പോൾ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് നമ്മുടെ മാവ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഒഴിച്ച് പരത്തിയെടുക്കാം. അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ വശങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം വേവാകുമ്പോൾ ഇതുപോലെയൊന്ന് മടക്കിയെടുക്കുക. 2 വശങ്ങളും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള മടക്കപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഏവർക്കും ഇഷ്ടമാവും. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.